ഹലോ, ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 2 വർഷത്തിന് മുന്നേ ഞാൻ യൂട്യൂബ് ചാനലിൽ എണ്ണ കാച്ചുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അന്ന് വാങ്ങിച്ച ഒരു കസ്റ്റമർ വീണ്ടും നമ്മളെ തേടി പിടിച്ച് ബൾക്ക് ഓർഡർ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് അത്രയും എഫക്റ്റീവായി എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എണ്ണ കാച്ചാൻ പൊതുവേ ഇത് ഒത്തിരി ഐറ്റംസ് വേണ്ടതുകൊണ്ട് ചെറുതായിട്ടൊരു മടി, സ്വന്തമായിട്ട് കാച്ചി പറ്റാൻ ചെറുതായിട്ടൊരു മടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ബൾക്ക് ഓർഡർ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്കത് ചെയ്ത് കൊടുക്കാനും അത്രയും എഫക്റ്റീവ് ആണെന്ന് അറിയുമ്പോൾ. അപ്പോൾ എണ്ണ കാച്ചാൻ വേണ്ടി നമുക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് നമ്മളിവിടെ പറയാം. ഇത് താമരയുടെ ആ ഒരു പെറ്റിൽസ് മാത്രം മതി നമുക്ക്. അതിൻ്റെ മുട്ടല്ല, ഫ്ലവർ തന്നെ വേണം. പിന്നെ പേരയുടെ ഇലയുടെ ഗുണങ്ങൾ ഞാൻ പറയണ്ടല്ലോ. പിന്നെ നമ്മുടെ ചെമ്പരത്തി പൂവ്, അത് 1 or 2 മാത്രം യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ജാസ്മിൻ്റെ അതിൻ്റെ പെറ്റിൽസ് മാത്രം മതി. അതിൻ്റെ തണ്ടൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ അത് കുറച്ച് വേണം. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ, ഡാൻഡ്രഫ്, മുടിക്ക് ഒരു കട്ടിയില്ലാതെ സ്പ്ലിറ്റായി പോകുന്നതിൻ്റെ ആ ഒരു ഇത് മാറി കിട്ടും. പിന്നെ തലക്ക് ഭയങ്കര കൂളിംഗ് ആയിരിക്കും, മുടി നന്നായിട്ട് തഴച്ച് വളരും. ഭയങ്കര എഫക്റ്റീവാണ്. ഞാൻ യൂസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എനിക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ മറ്റൊരു കസ്റ്റമറോട് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ വേണ്ട നമ്മൾ ബ്രഹ്മി വേണം, മുരിങ്ങയില വേണം. ഇത് നമ്മുടെ കുറച്ച് സീക്രട്ട് ഐറ്റംസ് ആണ്. ഇത് റോസ്മേരിയും കരിഞ്ചീരവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബാക്കി 3 നമ്മുടെ സീക്രട്ട് പൗഡറാണ്. ഇതെല്ലാം കൂടി ഇട്ടാണ് നമ്മൾ എണ്ണ കാച്ചുന്നത്. കുറച്ച് അധികം പ്രോസസ്സിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും കൂടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കോക്കനട്ട് ഓയിൽ, ഇത് മില്ലിൽ നമ്മൾ ആട്ടി വാങ്ങിക്കുന്ന ഒറിജിനൽ പ്യുവർ കോക്കനട്ട് ഓയിലാണ്. അത് തന്നെ നമ്മൾ യൂസ് ചെയ്യണം, എന്നാലേ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു ഉരുളിയിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചൂടാക്കി, എണ്ണ അതിൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോയിട്ടാ. അപ്പോൾ എണ്ണ ചൂടാക്കി നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ച് ഐറ്റംസുകളെല്ലാം നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. ആ അരക്കണ സമയത്ത് കുറച്ച് വെള്ളം നിങ്ങൾക്ക് മിക്സ് ചെയ്യാം, കാരണം നല്ലത് അരിഞ്ഞ് കിട്ടത്തില്ല. അത് നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ആ വെള്ളം അത് വറ്റി കറക്റ്റ് ആയിക്കോളും. ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നമ്മുടെ പൗഡറുകളെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ പെറ്റിൽസ് എല്ലാം അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് എണ്ണ ചൂടായി തിളച്ച് പോകരുത്. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അരപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും എണ്ണ തൂകി സ്റ്റൗവിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞ ശേഷം നമ്മൾ ഈ അരച്ച അരപ്പ് അതിനകത്ത് മിക്സ് ചെയ്യാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചപ്പും ആ ഒരു കളറെല്ലാം മാറി ഒരു നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പാകമായെന്ന് നമുക്ക് മനസ്സിലാവും. അതിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. തീ അധികം ഇതിൽ വെക്കരുത്, ഒരു മീഡിയം ഇതിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരുവിധം തിളച്ച് ആ കളറൊക്കെ ഒന്ന് മാറിയതുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അതിനകത്ത് മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ അതിൻ്റെ അകത്ത് കുറച്ചും കൂടി ജാസ്മിൻ്റെ പെറ്റിൽസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതിൻ്റെ അകത്ത് കൂടി മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചുകൊണ്ട് വീണ്ടും സ്റ്റവ് സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് ഈ പൗഡറുകളും ജീരകവും റോസ്മേരി എല്ലാം ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഈ എണ്ണയിൽ മിക്സ് ചെയ്യണം. ആ പൗഡറും ഇതെല്ലാം മിക്സ് ചെയ്ത് കളർ മാറിയിട്ട് ഇതൊരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഈ എണ്ണ നമുക്ക് കിട്ടുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 അരിപ്പകളിലായിട്ടാണ് ഞാനിത് അരിച്ചെടുത്തേക്കുന്നത്. നന്നായി തിളച്ച് അതിൻ്റെ ടെസ്റ്റ് കാണുമ്പോൾ നന്നായിട്ട് മുറുകി പോകരുത്. എണ്ണ ഒരു പാകമാകുന്ന രീതിയിൽ വാങ്ങി വെച്ച് ചൂടാറിന് ശേഷം 2 അരിപ്പയിൽ അരിച്ചെടുത്ത് ബോട്ടിലാക്കിയിട്ട് നമ്മൾ സെയിൽ ചെയ്യണത്. ഈ എണ്ണ ആവശ്യമുള്ള ആൾക്കാർ എനിക്ക് PM മെസ്സേജ് ഇടാൻ, ഞാൻ കുറേ തരുന്നതായിരിക്കും. വളരെ ഫലപ്രദമാണ്. നിങ്ങൾക്ക് ഉപയോഗിച്ചവരുടെ റിസൾട്ടും വളരെ സന്തോഷം തരുന്ന ഒരു റിസൾട്ടാണ്. താങ്ക് യു.